ചേട്ടാ എന്തായി പെരുന്നാള്? അടിപൊളി പെരുന്നാളാണ് ഈ തവണ. പൊളിക്കണ്ട നമുക്ക്. ഈ തവണ പെരുന്നാൾ ആനപ്പാറ ഗ്രാമം കണ്ട് ഏറ്റവും നല്ല പെരുന്നാളാ. അടിപൊളി, നമുക്ക് അടിച്ചു പൊളിക്കാം. 101 പ്രവാസികൾ കൂടിയിട്ട് 10,000 വെച്ച് 10 ലക്ഷത്തിൽ സംതിങ്ങിന്റെ പെരുന്നാളാ. അടിച്ചു പൊളിക്കാം നമ്മള്. ഈ പെരുന്നാള് പ്രത്യേകതയുണ്ട്. പെരുന്നാള് പ്രത്യേകത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പള്ളി പണിതിട്ട് നല്ല രീതിയിൽ പെരുന്നാൾ നടത്തണ്ട. ഈ ആനപ്പാറ ഫാത്തിമാതാവിന്റെ അനുഗ്രഹം കിട്ടാത്ത ഒരാളുകൾ നമ്മുടെ നാട്ടിലില്ല. അവിടെ ഏറ്റവും നല്ല രീതിയിൽ പെരുന്നാൾ നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കാണ്. നമ്മളെല്ലാവരും കൂടി പെരുന്നാൾ ഗംഗേമാക്കണമല്ലോ. അടിച്ചു പൊളിക്കണം നമ്മള്. ഈ പെരുന്നാളിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട ഒരുപാട് യുവാക്കൾ നാട്ടിലുണ്ട്. അവരെയൊക്കെ ഏറ്റവും കൂടുതൽ നമ്മള് ഈ സമയത്ത് ഓർക്കാണ്. എല്ലാ രീതിയിലും ആനപ്പാറ ഗ്രാമത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് അക്ഷീണം പ്രവർത്തിക്കുന്ന കുറെ യുവാക്കളുണ്ട്. അതുകൊണ്ടാണ് ഇത്ര നല്ല പെരുന്നാൾ ഇത്ര നല്ല പള്ളി കൂടെ വന്നത്. അപ്പൊ നിങ്ങളെപ്പോലുള്ള ആളുകളെ എല്ലാവരും സഹായിക്കുന്നത് വളരെ സന്തോഷമുണ്ട്. നാനാവർഗ ജാതി മത വ്യത്യാസമില്ലാതെ പെരുന്നാൾ നമ്മൾ കൂടിയിട്ടില്ല. ഈ ആനപ്പാറ ഗ്രാമത്തിൽ ഒരുപാട് ചരിത്രമുണ്ട്. ഈ ഗ്രാമം പഴയ കാലത്ത് ടിപ്പു സുൽത്താൻ ഒരു വാണിജ്യ കോട്ടയായിരുന്നു. അതിന്റെ അവശേഷങ്ങൾ ഇപ്പോഴും അവിടെ ഇവിടെ ഉണ്ടെന്ന് പറയുന്നു. ഇതിന്റെ അപ്പുറത്തെ പറമ്പെന്ന് പറഞ്ഞാൽ ചെട്ടിയാരെ പറമ്പെന്ന് അറിയപ്പെടും താഴത്ത്. അങ്ങനെ നാനാവിധ ഏകത്വം, നാനാത്വത്തിൽ ഏകത്വം എന്ന് പറഞ്ഞാൽ പല രീതിയിൽ ചരിത്ര പ്രാധാന്യം നഗരമാണ്. ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് നഗരത്തിന്റെ ഒരു നമ്മുടെ കാരണന്മാരായിട്ട് പറഞ്ഞിട്ടില്ല, ഒരു മുടിച്ചു സംഭവിച്ച പോലെ. എന്നിട്ടാണെങ്കിൽ ഈ നാടിപ്പോ ഈ വാക്കളെ കൊണ്ട് തിങ്ങി നിറഞ്ഞിപ്പോൾ ഞങ്ങള് ഇവിടെ അപ്പുറത്ത് ആനപ്പാറയുടെ ഏറ്റവും വലിയ ഭാഗമായിട്ട് ലവ് പാർക്ക്, പാർക്ക് ഉദ്ദേശിക്കുന്നത് ഓപ്പൺ പാർക്ക്, എല്ലാ രീതിയിലും നല്ല രീതിയിൽ പോണ ഒരു സ്ഥലമാണ്. നമ്മുടെ അളിയനാണത്. അളിയോടേക്ക് നമ്മുടെ അളിയനാണത്. പുള്ളി ഈ നാട്ടിലെ ഏറ്റവും വലിയ കൊമേഡിയനാ. പുള്ളി പഴയ നടനാണ്. നല്ല രീതിയിൽ പിന്നെ ഈ പെരുന്നാളിനെ പറ്റിയിട്ട് ഈ പെരുന്നാളെ കുറിച്ച് 2 വാക്ക് പറയുന്നത്, അതായത് ഈ പുതിയ പള്ളി പണിതു. ഈ പുതിയ പള്ളി പണിത് 57, 56 ഇതിന് വക്കുൽ പെരയിൽ നിന്നിട്ട് ഈ പള്ളി പണിത് കഴിഞ്ഞപ്പോ അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വക്കുൽ പെരയിലാണ് ബലിതർപ്പണം ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷം ഈ പള്ളി ആൾക്കാർ പതിമാതാവിന്റെ പള്ളി ഉൾപ്പൊളിച്ചത് ശരിക്കും പറഞ്ഞാൽ 7 വർഷം പുതിയതായിട്ട് വന്നത് 2022 കാലഘട്ടം. അപ്പൊ ഇതിനകത്ത് തറക്കല്ലിടാണ്ട് അന്നത്തെ നമ്മുടെ പാർലമെന്റ് MP ആയിട്ട് ഇന്നസെന്റും അതൊക്കെ വന്നു ഇതൊക്കെ ആക്കി ഈ പള്ളി പുതുതായിട്ട് വന്നപ്പോ അദ്ദേഹമൊന്നുമില്ലാതൊക്കെ പോയി. പക്ഷെ ആനപ്പാറ വികസനമായിട്ട് നിൽക്കുന്നത് നമ്മുടെ അമ്മയാണ്, നമ്മുടെ ഫാത്തിമാതാണ്. പക്ഷെ ആ ഫാത്തിമാവിന്റെ പള്ളിയിൽ നിന്ന് ഉത്സവമായിട്ട് നടക്കുന്ന ഒരു പെരുന്നാളാണ് ഇന്ന് ഇപ്പൊ ഇവിടെ ഉൾക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും വക്കൽപുരയിൽ നിന്ന് ആ ബലിതർപ്പണം ചെയ്ത അമ്മയാണ് നമ്മുടെ ഫാത്തിമാവ് ഉൾക്കൊണ്ടിരിക്കുന്നത്. അതാണ് എന്റെ ഒരു അഭിപ്രായം. ഈ പള്ളിക്ക് ആദ്യമായിട്ട് കല്ലിട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു പറഞ്ഞാൽ ഒരു ആളുടെ ജീവൻ മൃത്യു കൊടുത്തല്ലോ. ഒരു ആള് കല്ലിട്ട് കഴിഞ്ഞപ്പോ കല്ല് കഴിച്ചുകൊണ്ട് പോയിട്ട് കല്ല് മറിഞ്ഞ് വീണ് മരിച്ച ഒരു അത്രയ്ക്ക് ഒരു ഭക്തിനിർഭരമായ ഒരു സ്ഥലമാണ് ഈ ഫാത്തിമാതാവിന്റെ അനുഗ്രഹം. ഇല്ലെങ്കിൽ നാടൊന്നും ഇത്ര ഉയരില്ല. ഇത്രയും നല്ല രീതിയിൽ പുരോഗമനോടൊരു അടുത്തുള്ള ഒരു ഗ്രാമം ഞാൻ കണ്ടില്ല. അത്രയ്ക്ക് നല്ല വിളിച്ചവിടെ, അത്രയ്ക്ക് നല്ല വിളിച്ച ശുദ്ധവായുവും. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ സ്ഥലം മേടിക്കാനായിട്ട് വീട് മേടിക്കാനായിട്ടൊക്കെ നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നുണ്ട്. നമ്മുടെ ഈ നാടിന്റെ ഏറ്റവും വലിയ പ്രൗഢ സംഭവം എന്ന് വെച്ചാൽ ഈ പള്ളിയാണ്. ഈ പള്ളിയുടെ യശസ് ഉയർത്തിയ തന്നെയാണ് ഈ നാട് നഗരവും ഇത്രയ്ക്ക് ഭിന്നങ്ങളായിരുന്നത്. അതേ രീതിയിൽ പെരുന്നാള് ഭംഗിയായിട്ട് എല്ലാവരും എന്താളും ഈ ദിവസങ്ങളിൽ ഭംഗിയായിട്ട് നമ്മൾ പോകും. അതിനു വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കാം. നാട്ടിലൊരു അമ്മ, അതായത് നാട് നടക്കിയ ഒരു അമ്മയാണ് ആനപ്പാറ സംഭവം എന്ന് പറഞ്ഞാൽ. ആനപ്പാറ ഫാത്തിമാത പള്ളി, ആനപ്പാറ ഫാത്തിമാത എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ ഉള്ളിൽ ഞെരുപ്പിലൊക്കെ ഒരു നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിൽക്കുന്ന അമ്മയുടെ ചടഞ്ഞ, അതായത് ഫാത്തിമാത എന്ന് വെച്ചാൽ ഉള്ളിൻ്റെ ഉള്ളില് വേളമിനി കൊണ്ട് പറ്റിക്കൊണ്ടുപോയി അതുപോലൊക്കെ ഉൾക്കൊള്ളിക്കുന്ന നമ്മുടെ അമ്മയാണ്. ഇപ്പോഴും നമ്മള് ഈ ഞങ്ങളുടെ ഉള്ളിൽ ഞെരുമ്പിലൊഴുകുന്ന രക്തം പോലെ ചലിക്കുന്ന ഒരു സംഭവമായിട്ട് ഈ അമ്മ മാറും എന്നാണ് എന്റെ അഭിപ്രായം. വിവിധ കലാപരിപാടികളൊക്കെ ഉണ്ട് പെരുന്നാളായിട്ട്. ഇപ്പൊ ഇന്നലെ വൈകുന്നേരം ഉണ്ടായിരുന്നു, മിനിഞ്ഞാന്നുണ്ടായിരുന്നു, ഞായറാഴ്ച ഗാനമേള ഉണ്ട്, 1-2 കലാപരിപാടി കഴിഞ്ഞു.
നല്ല രീതിയിൽ പരിപാടികൾ ഭംഗിയായിട്ട് പോകും. അതിനു വേണ്ടിയിട്ട് ദക്ഷിണം പ്രവർത്തിക്കുന്ന ഇടവക വിചാരി അച്ഛനും മുൻപുണ്ടായിരുന്ന വെച്ചൽ അച്ഛനും നമ്മുടെ ബഹുമാനപ്പെട്ട FCC കോൺഗ്രേഷൻ സിസ്റ്റേഴ്സ് MCBS ആശ്രമം തുടങ്ങി ഇതായി എല്ലാവരെയും ഈ അവസരത്തിൽ നിങ്ങളുടെ സേവനം എല്ലാവരെയും ഇതൊക്കെ ഓർക്കുകയാണ്. അവർക്ക് എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. ഇച്ചിരി എനിക്ക് പോണം. എല്ലാവർക്കും ഒത്തിരിയേറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു.